continue the next paragraph of the lesson, The Best Investment I Ever Made by A.J. Cronin. In the last class, we had discussed in the ship, in the promenade deck, how A.J. Cronin happened to meet a person. Promenade deckilode യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ Mr. John S. and his wife, they were watching A.J. Cronin and they gave him a visiting card and introduced themselves. അവരുമായിട്ട് പരിചയപ്പെട്ടു, വിസിറ്റിംഗ് കാർഡ് കൊടുത്തു. എന്നിട്ടും A.J. ക്രോണിന് എന്ത് മനസ്സിലായില്ല? ഇതാരാണെന്ന് മനസ്സിലായില്ല. ഇനി in the next paragraph, what is their work, what they are doing, why they have gone to New York, എന്തിനാണ് അവർ ന്യൂയോർക്കിലേക്ക് പോയത്, എന്താണ് ആയിരുന്നു അവരുടെ ഉദ്ദേശം എന്ന് നമുക്ക് അടുത്ത പാരഗ്രാഫിലൂടെ എടുക്കാം. ഓക്കെ, come to the fifth paragraph. A moment later, I was occupying the vacant chair beside them. Haltingly, he told me that this had been their first visit to America. It was not entirely a holiday trip. They had been making a tour of the New England states, inspecting many of the summer recreational camps for young people. Afterwards, they had visited the settlement houses in New York and other cities to study the methods employed in dealing with the cases of backward, maladjusted and delinquent youth. Yes, what is this paragraph about? Look at. A moment later, I was occupying the vacant chair beside them. അവരുടെ അടുത്ത്, beside them എന്ന് പറഞ്ഞാൽ അവരുടെ അടുത്തുള്ള വേക്കൻറ്റ് ചെയറിൽ ഞാൻ പോയിരുന്നു. വേക്കൻ്റ് ആയിട്ടുള്ള ഒഴിഞ്ഞ ചെയറിൽ ഞാൻ പോയിരുന്നു. He told me that this had been their first visit to America. Haltingly, stopping and starting and stopping and starting, അതാണ് halting എന്ന് പറഞ്ഞാൽ. സ്റ്റോപ്പ് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക, അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ഒറ്റ ഇതിൽ സംസാരിക്കാൻ കഴിയാത്ത. And he told me that this had been their first visit to America. ഇത് അവരുടെ ഒരു ഫസ്റ്റ് വിസിറ്റ് ആണ് അമേരിക്കയിലേക്കുള്ള. It was not entirely a holiday trip. ഇതൊരു ഹോളിഡേ ട്രിപ്പ് മാത്രമായിരുന്നില്ല. പിന്നെ they had been making a tour of the New England states, inspecting many of the summer recreational camps. The summer recreational camps for young people. ന്യൂയോർക്കിലെ യങ് പീപ്പിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന സമ്മർ റീക്രിയേഷണൽ ക്യാമ്പ് ഇൻസ്പെക്ട് ചെയ്യുക, അതിനെക്കുറിച്ചൊരു പഠനം നടത്തുക, അത് കണ്ട് മനസ്സിലാക്കുക എന്തൊക്കെയാണ് അവർ സമ്മർ റീക്രിയേഷണൽ ക്യാമ്പിൽ ആ വേനൽക്കാലത്ത് കൊടുക്കുന്ന. റീക്രിയേഷണൽ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ആക്ടിവിറ്റീസ്, വിനോദങ്ങൾ, യങ് പീപ്പിളിന് കൊടുക്കുന്ന വിനോദങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ട് മനസ്സിലാക്കാനും അതിനെക്കുറിച്ചൊരു പഠനം നടത്താനും ആയിരുന്നു അവർ ഇംഗ്ലണ്ട് സ്റ്റേറ്റിലേക്ക്, അവർ ന്യൂയോർക്കിലേക്ക് ഈ ഒരു വേനൽക്കാലത്ത് പോയിരുന്നത്. അതിന് പിന്നിൽ എന്തോ ഒരു ഉദ്ദേശം അവർക്കുണ്ടാവാം. സമ്മർ റീക്രിയേഷണൽ ക്യാമ്പിനെ കുറിച്ച് കണ്ട് മനസ്സിലാക്കാനും എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ആ ക്യാമ്പിൽ അവർ കൊടുക്കുന്നത് എന്നും ഉള്ള ഒരു പഠനം നടത്താൻ ആയിരുന്നു ഇവർ രണ്ടുപേരും കൂടെ ഇംഗ്ലണ്ട് സ്റ്റേറ്റിലേക്കും അതേപോലെ ന്യൂയോർക്കിലേക്കും പോയിരുന്നത്. അപ്പോൾ അവരുടെ വർക്ക്സ് എന്താണെന്നും അവർ എങ്ങനെയുള്ള ആൾക്കാരാണെന്നും A.J. ക്രോണിന് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ആഫ്റ്റർവേർഡ്സ് അവർ വീണ്ടും പറയുന്നത്, ആഫ്റ്റർവേർഡ്സ് they had visited settlement houses in ന്യൂയോർക്ക്. ന്യൂയോർക്കിലുള്ള സെറ്റിൽമെന്റ് ഹൗസസ്, പുനരധിവാസ കേന്ദ്രങ്ങൾ അവർ വിസിറ്റ് ചെയ്തു. ആൻഡ് അതർ സിറ്റീസ് ടു സ്റ്റഡി, മറ്റുള്ള സിറ്റീസിലുള്ള, ന്യൂയോർക്കിലും മറ്റുള്ള സിറ്റീസിലുള്ള സെറ്റിൽമെന്റ് ഹൗസസ്, പുനരധിവാസ കേന്ദ്രങ്ങൾ അവർ വിസിറ്റ് ചെയ്തു. എന്തിന്? ടു സ്റ്റഡി ദ മെത്തേഡ്സ് എംപ്ലോയ്ഡ് ഇൻ ഡീലിംഗ് വിത്ത് ദ കേസസ് ഓഫ് ദ ബാക്ക്വേർഡ്, maladjusted and delinquent youth. ബാക്ക്വേർഡ് ആയിട്ടുള്ള,
പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്ന, മാൽ അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള, അതായത് സമൂഹത്തിന്റെ നിയമങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോവാൻ കഴിയാത്ത, ഡെലിക്വന്റ് ആയിട്ടുള്ള, ക്രിമിനൽ സ്വഭാവമുള്ള യുവാക്കളെ കേസസ് എങ്ങനെ അവർ ഡീൽ ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചൊരു പഠനം നടത്താൻ വേണ്ടിയിട്ടും ആയിരുന്നു അവർ ന്യൂയോർക്കിലേക്ക് അവധിക്കാലത്ത് പോയത്. മാൽ അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള, സൊസൈറ്റിയുടെ നിയമങ്ങളുമായിട്ട് സമൂഹവുമായിട്ട് ഇടപഴകി പോവാൻ കഴിയാത്ത, അതേപോലെ ഡെലിക്വന്റ് ആയിട്ടുള്ള ക്രിമിനൽ സ്വഭാവമുള്ള യുവാക്കളെ എങ്ങനെ ഡീൽ ചെയ്യും, പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന യുവാക്കളെ എങ്ങനെ ഡീൽ ചെയ്ത് അവരൊരു റൈറ്റ് ട്രാക്കിലേക്ക്, ഒരു ശരിയായ ഒരു ട്രാക്കിലേക്ക് എങ്ങനെ കൊണ്ടുവരാൻ, ആ സെറ്റിൽമെന്റ് ഹൗസസിൽ അവരെന്തൊക്കെ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ ഡീൽ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു പഠനം നടത്താനായിരുന്നു ആര് പോയത്? മിസ്റ്റർ ജോൺ എസ് ആൻഡ് ഹിസ് വൈഫ് എന്ന് ആരോട് പറഞ്ഞു? നമ്മുടെ A.J. ക്രോണിനോട് പരിചയപ്പെടുത്തി കൊടുത്തു. നെക്സ്റ്റ്, വാട്ട് ഈസ് ഇൻ ദ നെക്സ്റ്റ് പാരഗ്രാഫ്? Who was this Mr. John? What is his profession? And what they are doing in the society? എന്ന് നമുക്ക് അടുത്ത പാരഗ്രാഫിൽ നോക്കാം. Look at the 6th paragraph. There was in his voice and manner, indeed in his whole personality, a genuine enthusiasm that was disarming. I found myself liking him instinctively. Questioning him further, I learned that he and his wife had been active for the past 15 years in the field of youth welfare. He was by profession a solicitor, but in addition to his practice at the court, found time to act as a director of charitable organization devoted to the care of boys and girls, mostly from the city slums, who had fallen under the ban of law. Yes. There was in his voice and manner and in his whole personality a genuine enthusiasm that was disarming. In the whole personality, ആ വ്യക്തിയുടെ സ്വഭാവത്തിലും സംസാരത്തിലും അയാളുടെ ആ ഒരു വ്യക്തിത്വത്തിൽ നിന്ന് തന്നെ എ ജെനുവിൻ എൻതൂസിയാസം, എന്തോ ഒരു സംതൃപ്തി എന്നിലുണ്ടായി. ദാറ്റ് വാസ് ഡിസ്ആർമിങ്. അത് എന്നെ ഉപദ്രവിക്കുന്ന ഒന്നായിരുന്നില്ല, എന്നെ അലട്ടുന്ന ഒന്നായിരുന്നില്ല. എന്തോ ഒരു സന്തോഷം, എന്തോ ഒരു കുളിർമ, ഒരു ഓവർ എൻതൂസിയാസം, ഓവർ ഹാപ്പിനെസ് എൻ്റെ മനസ്സിൽ വന്നു. I found myself liking him instinctively, naturally. അറിയാതെ ഞാൻ അയാളെ ഇഷ്ടപ്പെട്ടു പോയി. Questioning him further, വീണ്ടും അയാളെ ക്വസ്റ്റ്യൻ ചെയ്തപ്പം I learned that he and his wife had been active for the past 15 years in the field of youth welfare. യുവാക്കളുടെ ക്ഷേമത്തിന് വേണ്ടി, വെൽഫെയറിന് വേണ്ടി 15 വർഷമായിട്ട് ഇയാളും ഇയാളുടെ വൈഫും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒറിജിനലി ദേ ആർ സോഷ്യൽ വർക്കേഴ്സ്. സമൂഹത്തിന് വേണ്ടി സേവനം ചെയ്യുന്ന സോഷ്യൽ വർക്കേഴ്സ് ആയിട്ടാണ് ഇവർ കഴിഞ്ഞ 15 വർഷമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തിലെ വഴിതിരിഞ്ഞു പോയ യുവാക്കളെ ഒരു നല്ലൊരു ട്രാക്കിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശം. അതിനുവേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ 15 വർഷമായിട്ട് ഇവർ, ഈ ഹസ്ബൻഡും ഈ വൈഫും. പിന്നെ he was by profession, അയാളെ ജോലി എന്താ? എ സോളിസിറ്റർ, ഒരു ലോയറാണ്, ഒരു വക്കീലാണ് അയാൾ. നല്ലൊരു പേഴ്സണാലിറ്റിയാണ്, നല്ലൊരു ജോലിയാണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബട്ട് ഇൻ അഡീഷൻ ടു ഹിസ് പ്രാക്ടീസ് അറ്റ് ദ കോർട്ട്, കോർട്ടിൽ അയാള് ആ പ്രാക്ടീസിന് ശേഷം, ആ ജോലിക്ക് ശേഷം അതിന് അഡീഷണൽ ആയിട്ട് found time to act as a director of a charitable organization devoted to the care of boys and girls. ബോയ്സ് ആൻഡ് ഗേൾസ്, അവരെ കെയർ ചെയ്യുന്നതിൽ, ശ്രദ്ധിക്കുന്നതിൽ, അവർക്ക് വേണ്ടി സേവനം ചെയ്യുന്നതിൽ, കൗമാരക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി സേവനം ചെയ്യുന്നതിൽ ഇയാൾ സമയം കണ്ടെത്തിയിരുന്നു. മോസ്റ്റ്ലി ഫ്രം സിറ്റി സ്ലംസ്, സ്ലം ഏരിയയിൽ നിന്ന്, ചേരി പ്രദേശങ്ങളിലുള്ള ബോയ്സ് ആൻഡ് ഗേൾസ് വഴിതെറ്റി പോവാതിരിക്കാൻ, അവരെ നേരെയുള്ള റൈറ്റ് പാത്തിലേക്ക് കൊണ്ടുവരാൻ, റൈറ്റ് ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് വേണ്ടി നല്ല കൗൺസിലിങ്ങും അതേപോലെ നല്ല ഗൈഡൻസും കൊടുത്തുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് മിസ്റ്റർ ജോൺ എസ് ആൻഡ് ഹിസ് വൈഫ്, ഹു ഹാഡ് ഫാളൻ അണ്ടർ ദ ബാൻ ഓഫ് ലോ.
നിയമങ്ങളിൽ നിന്ന് വിട്ടുപോയി വഴിതെറ്റിപ്പോയ സിറ്റിയിൽ താമസിക്കുന്ന സിറ്റി സ്ലംസിലുള്ള ചേരി പ്രദേശങ്ങളിലുള്ള ബോയ്സ് ആൻഡ് ഗേൾസിന് നല്ലൊരു ഗൈഡൻസ് കൊടുത്തുകൊണ്ട് അവരെ നല്ല വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാം എന്നുള്ള ഒരു സേവന പ്രവർത്തനമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ജോണിനെ കുറിച്ചും അയാളുടെ വൈഫിനെ കുറിച്ചും AJ ക്രോണിന് ഒരു ഐഡിയ കിട്ടി. നല്ലൊരു സേവക പ്രവർത്തകരാണ് ഇവർ, നല്ല സേവനം ചെയ്യുന്ന ഒരു പ്രവർത്തകരാണ് ഇവർ. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ 7th paragraph. As he spoke with real feeling, I got a vivid picture of the work these two people were doing. I learned how they took derelict adolescents from the juvenile courts and placing them in a healthy environment, healed them in mind and body and sent back into the world. They were given training in a useful handicraft which made them fit to take their place as worthy members of the community. It was a work of redemption that stirred the heart, and I asked what had directed his life into this channel. Yes, as he spoke with the real feeling, ഒരു റിയൽ ആയിട്ടുള്ള ഫീലിങ്ങോടുകൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ I got a vivid picture of the work these two people were doing. ഒരു ക്ലിയർ പിക്ചർ എനിക്ക് ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ഒരു ക്ലിയർ പിക്ചർ എനിക്ക് കിട്ടി. I learned how they took derelict adolescents from juvenile court. juvenile കോർട്ടിൽ ഉണ്ടാവില്ല ആരാ? പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ തെറ്റ് ചെയ്യുമ്പോൾ എവിടെ കൊണ്ടുവിടും? ജുവനൈൽ കോർട്ടിലേക്ക്, അല്ലെ? അവിടെ നിന്ന് അവരെ ഡെറിലിക്റ്റ് അഡോളസൻസ്, അല്ലെ, ആ കോർട്ടിൽ നിന്ന് ഈ അഡോളസൻസിനെ, ഈ യുവാക്കളെ എന്ത് ചെയ്യും? എടുത്തുകൊണ്ടുവന്ന് ആൻഡ് പ്ലേസിംഗ് ദം ഇൻ എ ഹെൽത്തി എൻവയോൺമെന്റ്, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അവർക്ക് കൊടുത്ത്, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ അവർക്ക് നൽകിക്കൊണ്ട് ഹീൽ ദം ഇൻ മൈൻഡ്, അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നും അവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തെറ്റിലേക്ക് പോവാൻ കാരണം എന്താണെന്ന് മനസ്സിലാക്കി ആൻഡ് സെൻഡ് ദം ബാക്ക് ഇൻ ടു ദ വേൾഡ്, അതിനുള്ള ഒരു പരിഹാരം കണ്ടെത്തിക്കൊണ്ട് അവരെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഇവരുടെ പ്രവർത്തനം. ജുവനൈൽ കോർട്ടിൽ നിന്ന് ഡെറിലിക്റ്റ് ആയിട്ടുള്ള അഡോളസൻസിന്, ബാഡ് കണ്ടീഷനിലുള്ള തെറ്റ് ചെയ്തു പോയ യുവാക്കളെ എന്ത് ചെയ്യും? ആ ജുവനൈൽ കോർട്ടിൽ നിന്ന് കൊണ്ടുവന്ന് അവർക്കൊരു കൗൺസിലിംഗ് കൊടുത്തുകൊണ്ട്, അവരുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം നൽകിക്കൊണ്ട് അവരെ സമൂഹത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു സേവനമായിരുന്നു ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. They were given training in a useful handicraft. ഇവർക്ക് എന്ത് കൊടുക്കും? ഒരു ഹാൻഡിക്രാഫ്റ്റ് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരുന്നു. Which made them fit to take their place as worthy members of the community. അപ്പോൾ അവർക്ക് കുറച്ച് കൈത്തൊഴിലുകളും ഒക്കെ പഠിക്കുമ്പം അവർക്ക് കുറച്ച് ജോലികളൊക്കെ ചെയ്ത് അവരെ സമൂഹത്തിലേക്ക് നല്ലൊരു ആൾക്കാരാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു ചെയ്തിരുന്നത്. ഇറ്റ് വാസ് എ വർക്ക് ഓഫ് റിഡംഷൻ ദാറ്റ് സ്റ്റയർഡ് ദ ഹാർട്ട്. ഒരു റിഡംഷൻ ആയിരുന്നു. ചെയ്ത തെറ്റിൽ നിന്ന് തിരിച്ചു വരും, ആ തെറ്റിനെ മാറ്റിക്കൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ട് തിരിച്ചു വരിക, ഇനി ഒരിക്കലും ആ തെറ്റ് ചെയ്യില്ല എന്നുള്ള ഒരു പ്രതിജ്ഞ എടുത്ത് തിരിച്ചു വരുന്നതിനെയാണ് റിഡംഷൻ എന്ന് പറയാം. ആൻഡ് അങ്ങനെ തിരിച്ചു കൊണ്ടുവന്ന് അവരൊരു നല്ലൊരു അറ്റ്മോസ്ഫിയർ, ഹെൽത്തി എൻവയോൺമെൻറ്റ് അവർക്ക് നൽകിക്കൊണ്ട്, അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഹാൻഡിക്രാഫ്റ്റ് ട്രെയിനിങ് നൽകിക്കൊണ്ട് ആ യുവാക്കളെ നല്ലൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു സേവന പ്രവർത്തനമാണ് ജോൺ ആൻഡ് ഹിസ് വൈഫ് വർ ഡൂയിങ്. ആൻഡ് ഐ ആസ്ക്ഡ്, ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ AJ Cronin asked what had directed his life into this channel. അപ്പം നമ്മുടെ AJ Cronin ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ അവരോട് തിരിച്ചു ചോദിച്ചിട്ടുണ്ട്, എന്തായിരിക്കും ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ, ഇങ്ങനെ ഒരു സോഷ്യൽ വർക്കിങ്ങിലേക്ക് അയാളുടെ ജീവിതത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള കാരണം എന്താണ്? എന്ത് ചാൻസാണ്? അയാളുടെ ജീവിതത്തിലുണ്ടായ എന്തെങ്കിലും ഒരു അനുഭവമായിരിക്കാം അയാളെ ഈ ഒരു സോഷ്യൽ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവും. എന്താണ് ഇയാളെ ഇങ്ങനെ ഒരു ചാനലിലേക്ക് ഡയറക്റ്റ് ചെയ്യാൻ കാരണം എന്ന്
AJ Cronin ചോദിച്ചു. That was the turning point in the lesson. ഈ സ്റ്റോറിയുടെ ഒരു ടേണിംഗ് പോയിന്റ് ആണ് ആ ഒരു ചോദ്യം. എന്തായിരിക്കാം മിസ്റ്റർ ജോൺ എസിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവം? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സോഷ്യൽ പ്രവർത്തനത്തിലേക്ക് അയാൾ വരാനുള്ള കാരണം എന്ന് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. നെക്സ്റ്റ് paragraphs reveals that why this John S is coming into this channel, into this social work. Okay, let's go to the question answers that has covered in these 3 paragraphs. Look at the next question. Look at the 5th question. What was the purpose of the visit of the Voyager and his wife to America? എന്തിനാണ് ആ വോയേജറും അയാളുടെ വൈഫും അമേരിക്കയിലേക്ക് പോയത്? എന്തായിരുന്നു അവരുടെ ലക്ഷ്യം? യെസ്, the Voyager and his wife visited America to inspect many of the summer recreational camps for the young people there. യങ് പീപ്പിളിന് കൊടുക്കുന്ന റീക്രിയേഷണൽ ക്യാമ്പ് ഇൻസ്പെക്ട് ചെയ്യാൻ, എന്തൊക്കെയാണെന്ന് കണ്ട് മനസ്സിലാക്കാനായിരുന്നു ഇവർ അമേരിക്കയിലേക്ക് പോയത്. ഓക്കെ, then they also visited settlement houses in New York and other cities. They wanted to study the methods used in dealing with backward, maladjusted and delinquent youth. മാൽഅഡ്ജസ്റ്റഡ് ആയിട്ടുള്ള ഡെലിക്വൻ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ എങ്ങനെ ഡീൽ ചെയ്യുന്നുള്ള മെത്തേഡ്സ് പഠിക്കാൻ വേണ്ടിയിട്ടും ആയിരുന്നു അവരെന്ത് ചെയ്തത്, അമേരിക്കയിലേക്ക് വിസിറ്റ് ചെയ്തത്. ഓക്കെ, I found myself liking him instinctively. Why? ഇതാരാ പറഞ്ഞ? I found myself liking him instinctively. അറിയാതെ, നാച്ചുറലായിട്ട് ഞാൻ അയാളെ ഇഷ്ടപ്പെട്ടു പോയി. എന്തുകൊണ്ടാണ് നാച്ചുറലായിട്ട് റൈറ്റർ AJ Cronin അയാളെ ഇഷ്ടപ്പെടാൻ കാരണം? ഓക്കെ, look at. The author was impressed by the young man's dedicated work for the maladjusted and the delinquent youths. The author was so impressed by the young man's dedicated work. Dedicated ആയിട്ടുള്ള അയാളുടെ ആ ജോലി ആർക്ക് വേണ്ടി? For the maladjusted and the delinquent youths. സൊസൈറ്റിയുമായിട്ട് ഒത്തുപോകാൻ പറ്റാത്ത ക്രിമിനൽ സ്വഭാവമുള്ള യുവാക്കൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന അയാളെ കുറിച്ച് ഭയങ്കര ഇംപ്രഷൻ തോന്നിയപ്പോഴാണ് ഓദർ എന്ത് പറഞ്ഞത്? I found myself liking him instinctively. Okay, let's go to the next question. What did Cronin learn about the man after questioning him further? കുറേ പ്രാവശ്യം ക്വസ്റ്റ്യൻ ചെയ്തതിന് ശേഷം എന്താണ് ഓദർ അയാളെ കുറിച്ച് പഠിച്ചത്? എന്തായിരുന്നു? He learned that this man and his wife had been working active for the past 15 years in the field of youth welfare. He was by profession a solicitor, but he found time to act as the director of charitable organization devoted to the care of boys and girls, especially from the city slums who had fallen under the ban of law. ഓക്കെ, ഇതെന്താണെന്ന് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റി സ്ലംസിൽ നിന്ന് അയാൾ എന്താണ്? ഒരു സോളിസിറ്ററാണ്, ഒരു ലോയർ ആവുകയും അതേപോലെ ഫോർ ദ പാസ്റ്റ് 15 years 15 വർഷമായിട്ട് ഈ ജോൺ അയാളുടെ വൈഫും ആർക്ക് വേണ്ടി? യുവാക്കൾക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, യൂത്ത് വെൽഫെയറിന് വേണ്ടി. ആൻഡ് ദേ ഫൗണ്ട് ടൈം ഫോർ ദ ചാരിറ്റബിൾ ഓർഗനൈസേഷന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, എസ്പെഷ്യലി ഫോർ ദ ബോയ്സ് ആൻഡ് ഗേൾസ്. സിറ്റി സ്ലംസിൽ നിന്ന് ചേരി പ്രദേശങ്ങളിൽ വരുന്ന ബോയ്സ് ആൻഡ് ഗേൾസിന് നല്ലൊരു ഗൈഡൻസ് കൊടുത്തുകൊണ്ട്, നല്ലൊരു ക്ലാസ് കൊടുത്തുകൊണ്ട് അവരെ ഒരു റൈറ്റ് പാത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു സേവനമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സേവനമാണ് അവർ ചെയ്യുന്നത് എന്ന് കുറേ സമയം അവരെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ മനസ്സിലായി.
പിന്നെ how did the couple help the derelict adolescents to lead normal lives? How the couple helped derelict adolescents to lead normal lives by taking the derelict adolescents from juvenile courts and placing them in a healthy environment, healing them in mind and body and send them back into the world. Then, moreover, they were given training in a useful handicraft which made them fit to take their place as a worthy members of the community. ഇത്രയും കാര്യങ്ങളാണ് അവർ ഈ ഒരു യുവാക്കൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരുന്നത്. ഇത്രയും അപ് ടു 8 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വി ഹാവ് ഡിസ്കസ്ഡ്. ഇത്രയും ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതി നോക്കുക. അറിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചു വെക്കുക, നോക്കിയിട്ട് എഴുതുക. ഓക്കെ, ലെറ്റ്സ് see what has happened in the story in the next class. Thank you.